ഹോമിയോ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഉറക്കമില്ല, ഉറക്കമേ എനിക്കില്ല. ഞാൻ ജീവിതത്തിൽ 2 മണിക്കൂർ ഉറക്കം കൊണ്ടെന്ന് അറിഞ്ഞു. അതല്ല, എനിക്കൊന്നും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഉറങ്ങാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല, പക്ഷെ അത് ഇവന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. വേറെ ആർക്കെങ്കിലും വേണ്ടിയാണ് ഞാൻ ക്ഷമിക്കത്തില്ല. ആഫ്റ്റർ ഡെലിവറി 90% സ്ത്രീകളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഉറക്കക്കുറവെന്ന് പറയുന്നത്. അതിനെ പരിഹരിക്കാനുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ഹെൽപ്പ്, കെയർ ഒക്കെ നീഡഡ് ആയിട്ടുള്ള ഫേസ് ആണിത്. ശാരീരികാരോഗ്യം, മാനസികാരോഗ്യം, സ്പിരിച്വൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, ഇതെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരെ ഹാപ്പി ആയിട്ട് വെക്കണം. കാരണം ബേബിക്ക് അമ്മേന്റെ എനർജി സെൻസ് ചെയ്യാൻ പറ്റും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബേബിയുടെ ഹെൽത്ത് ഇരിക്കുന്നത്. ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ബോഡിയിൽ ഫിസിക്കലി മെന്റലി ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഹീലിംഗ് സ്റ്റേജ് ആയിരിക്കും ബേബി ബർത്തിന് ശേഷം ഉണ്ടാവുക. അപ്പോൾ ഹീലിംഗ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? ശരിയായ രീതിയിൽ ഉറങ്ങണം, ഹെൽത്തിയായ ഭക്ഷണം കഴിക്കണം, ചെറിയ രീതിയിൽ വ്യായാമം വേണം, ഒരു മാനസികാരോഗ്യമൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഹീലിംഗ് പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുള്ളൂ. അമ്മയുടെ ഉറക്കം കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട് ബേബിയുടെ. ഒന്ന് ബേബിയുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. കുട്ടിയുടെ ദഹനം അമ്മയുടെ ദഹനവുമായിട്ട് റിലേറ്റഡ് ആണ്. അമ്മയ്ക്ക് വയറ്റിൽ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ദഹനത്തിനുള്ള പ്രശ്നങ്ങൾ, വയറരിച്ചിൽ, പോച്ചിൽ, അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞു ആവയ്ക്കും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് വേണം? ഡെലിവറിക്ക് ശേഷം നമ്മളെ ഡൈജഷൻ ഭയങ്കര കുറവായിരിക്കും. അപ്പം നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ഫുഡാണ് കഴിക്കേണ്ടത്. ഇപ്പം കുരുമുളകും മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയും ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്, കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആയുർവേദ മെഡിസിൻസ് ഒക്കെ, ദീപനപാചനമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ഒരു ഡോക്ടറെ ഗൈഡൻസിൽ കഴിക്കുന്നതിലും തെറ്റില്ല. അപ്പം ലൈറ്റ് ഫുഡ് കഴിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡൈജഷനും ഡൈജഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരും. അത് ബേബി ഫീഡ് ചെയ്യുമ്പോൾ, പാല് കുടിക്കുന്ന സമയത്ത് ബേബിയിലേക്കും അത് വരും. അപ്പോൾ ബേബിക്കും ആ വയറുവേദനയും അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞു ഉറങ്ങുന്നത് ഡിസ്റ്റർബ് ആവും. അപ്പം അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത്, നൈറ്റ് നമ്മൾ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അമ്മയ്ക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഹെൽപ്പിന് വേണ്ടിയിട്ട് കുഞ്ഞുവാവയ്ക്ക് ഒരു ദിവസം ഡയപ്പർ യൂസ് ചെയ്യുന്നതിന് നമ്മളത് ഉറക്കമൊഴിച്ച് തുണി മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് പകരം കുഞ്ഞുവാവയും കുറച്ച് ഡ്യൂറേഷൻ കൂടുതൽ ഉറങ്ങും, അമ്മയ്ക്കും റെസ്റ്റ് എടുക്കാൻ പറ്റും. ബേബിക്ക് ജനിക്കുന്ന സമയത്ത് രാത്രിയും പകലും സെൻസ് ചെയ്യാൻ പറ്റില്ല. അവർ കൺഫ്യൂഷനിലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിലെ ശീലിപ്പിക്കണം. ഒരു 9-10 മണിയാകുമ്പോഴേക്കും ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് ഉറങ്ങുന്ന ടൈമാണെന്നുള്ളത് സെൻസ് ചെയ്യിക്കുന്ന രീതിയിൽ വീട്ടിലൊക്കെ നിശബ്ദമായി കുഞ്ഞിനെ ഉറക്കാനുള്ള പ്രോസസ്സ് ചെയ്യണം. ഇങ്ങനെ ആ ഒരു പ്രോപ്പറായിട്ട് നമ്മളത് ചെറുപ്പത്തിലേ ഇംബിൽഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു വലുതാവുമ്പോൾ അതൊരു പ്രശ്നമല്ലാതെ കുട്ടി ഒരു 9-10 മണിയാകുമ്പോഴേക്കും ഉറങ്ങുന്ന ഒരു ഷെഡ്യൂളിൽ വരും. കൊച്ചിനെ അടുത്ത് കിടത്തി ചൂട് തട്ടിയിട്ട് എന്നെ ഉറക്കണം എന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ അമ്മമാര് കൈ തട്ടുമോ കാല് തട്ടുമോ കൊച്ചിൻ്റെ മേത്ത് തട്ടുമോ എന്ന് പേടിച്ച് ഡീപ്പ് സ്ലീപ്പിൽ പോകാൻ പറ്റില്ല. അത് ഭയങ്കര രീതിയിൽ നമ്മളെ ഡിസ്റ്റർബ് ആക്കും, നമുക്ക് സ്ലീപ്പ് കിട്ടാതെ. ആ സ്ഥാനത്ത് നമ്മൾ ബേബീനെ നെറ്റിൽ ഉറക്കി, നെറ്റിൽ വെച്ച് ചൂടെല്ലാം തട്ടുന്ന രീതിയിൽ കിടത്തി ഉറക്കുക. എന്നിട്ട് നമുക്ക് സൈഡിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു 2 മണിക്കൂർ ബേബി ഉറങ്ങുമ്പോൾ നമുക്ക് ഡീപ്പ് സ്ലീപ്പിൽ പോവാം. അല്ലാതെ നമ്മൾ കൈതട്ടും കാൽതട്ടും എന്നൊക്കെ പേടിച്ച് നമ്മൾ ഉറക്കം കളഞ്ഞ് ആ ഫ്രസ്ട്രേഷൻ മൊത്തം, ആ ടെൻഷൻ, ആ ഒരു ഉറക്കമില്ലായ്മയുടെ ബുദ്ധിമുട്ടുകളെല്ലാം ബേബിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേബി എന്ത് ചെയ്യും? വാശി പിടിച്ച് കരഞ്ഞ് അസുഖങ്ങളായിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. അതാണോ ബെറ്റർ, ഇതാണോ ബെറ്റർ എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരു ദിവസം സ്ലീപ്പ് സെറ്റ് ചെയ്യേണ്ട ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഈ ഉറക്കത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മളെ ഹസ്ബൻഡിനാണ്. ഇപ്പൊ പൊതുവെ എന്ത് ചെയ്യുക? കല്യാണം കഴിച്ചു കഴിഞ്ഞ് പ്രസവ സമയമാകുമ്പോൾ നമ്മൾ പെൺകുട്ടീൻ്റെ നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അമ്മയാണ് ഫുള്ള് സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യാൻ നടക്കേണ്ടത്. എനിക്ക് ആ ഒരു കൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവർ 2 പ്രസവിച്ച് അല്ലെ 2-3 ഒക്കെ പ്രസവിച്ച് ഈ രീതിയിലൊക്കെ കടന്നു പോയതിന് ശേഷം അവർ റെസ്റ്റ് എടുക്കേണ്ട ഏജ് ആയിട്ടുണ്ടാവും. ആ ടൈമിലാണ് ഇവർ വീണ്ടും പ്രസവിച്ചതുപോലെ ഉറക്കൊഴിച്ച് കുട്ടീനെ നോക്കാനും കുട്ടീൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി നമ്മളൊപ്പം നിൽക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ആളായിരിക്കുമല്ലോ നമ്മളെ ഹസ്ബൻഡ്. അവർക്കായിരിക്കും നമ്മളെ കുറച്ചുകൂടി കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ അങ്ങനെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് സീക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു പേഴ്സണാണ് ഞാൻ. അങ്ങനെ ഒരു ഹസ്ബൻഡ് ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലീപ്പ് ഷെഡ്യൂൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 10 മണിയൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് ഫീഡ് ചെയ്ത് ബേബീനെ നമ്മൾ ഉറക്കുക. എന്നിട്ട് നെറ്റിൽ ബേബിക്ക് ചൂടൊക്കെ തട്ടുന്ന രീതിയിൽ പുതപ്പൊക്കെല്ലാം പുതച്ച് ഉറക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഡയപ്പറൊക്കെ ഇട്ടിട്ട് ഉറക്കുക. അപ്പം എന്താ, ഈ ഇടയ്ക്ക് എണീക്കുന്ന പ്രശ്നമൊന്നും വരില്ലല്ലോ.
പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ 12 മണിയാവുന്ന സമയത്ത് ഹസ്ബൻഡിനോട് അലാം വെച്ച് ഫീഡ് ചെയ്യാൻ പറയാം. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഒരു 1000 രൂപയിൽ താഴെയുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ഈ സ്റ്റോർ ചെയ്ത മിൽക്ക് ഒരു 4 മണിക്കൂർ വരെ പുറത്ത് കേടാവാതെ നിൽക്കും. അത് ബേബിക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഉറങ്ങാം. 12 മണിയാകുമ്പോൾ ഹസ്ബൻഡിനോട് ബേബീനെ ഫീഡ് ചെയ്ത് ഒന്ന് ഉറക്കാൻ പറയുക. അപ്പോൾ 12 മണി കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ വീണ്ടും ബേബി എണീക്കും. അപ്പോൾ ബാക്കി മിൽക്ക് ഉണ്ടാവും. അത് പിന്നെ 4 മണിക്കൂർ എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും അടുത്ത ബോട്ടിലും ഇതുപോലെ ഫീഡ് ചെയ്ത് ഉറക്കാം. പിന്നെ 4 മണി കഴിഞ്ഞ് 5-6 മണിയാകും ബേബി എണീക്കുമ്പോൾ. നമുക്ക് ഇതിനിടയിൽ പാല് കുറവാണെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ 6 മണിക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ ഈ നാൻ എന്ന് പറയുന്ന സാധനമൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ബേബിക്ക് തെറ്റില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, പ്രസവം കഴിഞ്ഞ് സിസേറിയൻ കഴിയുന്നവർക്കാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ആ സമയത്തൊക്കെ ബേബി വിശന്നിരിക്കില്ലേ. അപ്പോൾ നോർമലി എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഫോർമുല മിൽക്ക് തന്നെയാണ്. അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് ഒട്ടും ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കുന്നത് ഫോർമുല മിൽക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസും നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ യൂസ് ചെയ്ത് നമ്മൾ ഹാപ്പി ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ, ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി നോക്കുക. അപ്ഡേറ്റഡ് ആവാതെ പഴയ കാലത്തിൽ ഫോളോ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഫോളോ ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കാതെ ഇരിക്കുക. എല്ലാവർക്കും എല്ലാ രീതിയിലും ഈ കാര്യങ്ങളൊക്കെ കിട്ടിക്കൊള്ളണം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലായിക്കൊള്ളണം എന്നില്ല. അറിയാം, ഓരോ കുട്ടികളും വ്യത്യസ്തമായിരിക്കും, ഓരോ അമ്മമാരും വ്യത്യസ്തമായിരിക്കും, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും, അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പം ഇതിലുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാൾക്കെങ്കിലും അതൊരു ഉപകാരം ആവുകയാണെങ്കിൽ നമുക്ക് സന്തോഷം.